എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ ചൊവ്വാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പം ഞാൻ ഇത്തിരി ഗോതമ്പ് നുറുക്ക് കഞ്ഞി വെച്ചതാണ്. പക്ഷെ ഇത്തിരി വെള്ളം കൂടുതലാണ്. എങ്കിലും കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ഭയങ്കര കട്ട പോലെ ആകുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ. അപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. ഇനിയിപ്പോൾ അതിനകത്തേക്ക് ഇത്തിരി ശർക്കരയും തേങ്ങയും കൂടി ഇട്ടിട്ട്, ശർക്കര പാനി തേങ്ങ കൂടി ഇട്ടിട്ട് പപ്പക്ക് അതവിടെ മൂടി വെക്കാൻ പോണേ. കാരണം നല്ല ചൂടാണ്, അപ്പോൾ ഒന്ന് ആറിയിട്ടല്ലാതെ പപ്പ കഴിക്കില്ല. എനിക്ക് വെറുതെ ഉപ്പും തേങ്ങയും മാത്രം ഇട്ടിട്ടാണ് ഞാൻ കഴിക്കുന്നത്. തേങ്ങ വളരെ കുറച്ച് എനിക്ക് ഇടുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ ഇത്തിരി സ്നാക്ക് കൂടിയിട്ട് ഉണ്ടാക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇന്നിപ്പോൾ ഉരുളക്കിഴങ്ങാണ് ഇത്തിരി ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉരുളക്കിഴങ്ങ് ബോണ്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, വേപ്പിലെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് കേട്ടോ. ഇനി ഇതൊന്ന് കടുക് പൊട്ടിച്ച് വഴറ്റിയെടുത്തിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാലും മതി. പക്ഷേ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റിൻ്റെ ലെവൽ മാറ്റുന്നൊരു സംഭവമാണ് ആയമോദകം. ഉരുളക്കിഴങ്ങ് ബോണ്ടക്കകത്ത് ആയമോദകം ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അയ്യോ, അതിൻ്റെ ഒരു ഫ്ലേവർ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ മിക്ക സ്ഥലങ്ങളിലും അയമോദകമൊന്നും ഇടാതെ തന്നെയാണ് ഉണ്ടാക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ അയമോദകത്തിൻ്റെ ടേസ്റ്റൊന്നും ഇല്ല. പക്ഷേ അയമോദകം ഇട്ട് കഴിഞ്ഞാൽ ഇത് അടിപൊളിയാണ്. പണ്ടൊക്കെ അയമോദകം ഇട്ടിട്ടല്ലാതെ ഉരുളക്കിഴങ്ങ് ബോണ്ട ഉണ്ടാക്കില്ലെന്നാണ് പറഞ്ഞത്. ഈ ടിപ്പ് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ചേട്ടനാണ് കേട്ടോ. ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ ഹസ്ബൻഡ്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിനൊക്കെ പണ്ട് ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇപ്പം ഇല്ല, അതൊക്കെ നിർത്തിക്കളഞ്ഞ്. അപ്പോൾ അന്ന് ഹോട്ടലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ പാചകങ്ങളൊക്കെ ഇവർ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുമല്ലോ എന്തൊക്കെ ഇവർ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ആ കൂട്ടത്തിൽ കണ്ടിട്ടുണ്ട്. എന്ത് തന്നെ ആയാലും ചേട്ടന് അറിയാം പാചകങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ, അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ചേട്ടൻ നന്നായിട്ട് അറിയാം. അപ്പോൾ എനിക്കാണെങ്കിലും ചേട്ടൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ പറഞ്ഞു തരുമ്പോൾ ഞാനത് ട്രൈ ചെയ്യുന്നതൊക്കെ നല്ല അടിപൊളിയായിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞ പോലെ ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അയമോദകം ചേർക്കുന്ന ആ ഒരു ടെക്നിക്ക്. അത് ഭയങ്കര ടേസ്റ്റ് കിട്ടുന്നത്. അന്ന് മുതൽ ഞാൻ അയമോദകം സ്ഥിരമായി എൻ്റെ ഉരുളക്കിഴങ്ങ് ബോണ്ടിൽ ചേർക്കും. ഭയങ്കര ഒരു ടേസ്റ്റാണ് അതിന്. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി അയമോദകത്തിൻ്റെ പൊടിയുമാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ചേട്ടൻ എനിക്ക് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് അത് നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ് ബോണ്ട ഉണ്ടാക്കുമ്പോൾ അന്നൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ പറഞ്ഞത്, മറ്റേ കടലപ്പരിപ്പും അതിനെ കൂടിയിട്ട് പച്ചരിയും കൂടിയിട്ട് കുതിർത്ത് അരച്ചിട്ടാണ് ഈ മാവ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത് ചേട്ടൻ എനിക്ക് പറഞ്ഞ് തന്നപ്പോൾ തന്നെ ഞാൻ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ആ ഒരു മാവ് അരച്ചെടുക്കുന്നത് ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ കുറച്ച് എണ്ണയെ വീട്ടിൽ യൂസ് ചെയ്യുള്ളൂ ഈ പൊരിക്കുന്ന സമയത്ത്. പുറത്തെ കടകളിൽ പൊരിക്കുമ്പോൾ അവർ വലിയ ചീനച്ചട്ടിയിൽ നിറയെ എണ്ണ ഒഴിച്ച് ഇതിങ്ങനെ താഴേക്ക് പോയി മുട്ടൂല. അതിങ്ങനെ എണ്ണയിൽ കിടന്ന് മറിഞ്ഞ് പൊരിഞ്ഞ് വരും. അപ്പോൾ നല്ലൊരു ഉരുണ്ട ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് എണ്ണ ആയതുകൊണ്ട് തന്നെ ഇത് താഴേക്ക് നിങ്ങൾ മുട്ടും. അപ്പോൾ അവിടെ ഫ്ലാറ്റായി പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് മാവ് അരച്ചുണ്ടാക്കുക. ഇത് നമ്മൾ പൊടി ചേർത്താണ് ഉണ്ടാക്കുന്നത്. അത് അത്രയും പെർഫെക്ഷനൊന്നും കിട്ടൂല എന്ന് എനിക്ക് അന്ന് അതാ ചെയ്തപ്പോഴത്തേക്കും മനസ്സിലായി. ഇപ്പോൾ നമ്മൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് കടലപ്പൊടിയുടെ കാൽഭാഗം അരിപ്പൊടി, ഒരിത്തിരി കായപ്പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല, എങ്കിലും ഞാൻ ഇത്തിരി എരിവെള്ളം മുളക് പൊടി മാത്രം ഇട്ടാലും മതി. അപ്പോൾ ഞാനൊരിത്തിരി കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് എന്നിട്ട് അത് നല്ല കട്ട മാറിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ച് അപ്പോൾ ഇത് ബേക്കിംഗ് സോഡ ഒരു നുള്ള് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു നുള്ള് വേണമെന്നുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ബേക്കിംഗ് സോഡ ഞാൻ നമ്മുടെ ക്ലീനിങ്ങിന് വേണ്ടി വെച്ചേക്കുന്നത് കൊണ്ട് ഞാനതെടുത്തില്ല. ഞാൻ ഒരു ബേക്കിംഗ് പൗഡറിൻ്റെ ഒരു നുള്ള ഇട്ട് കൊടുത്താൽ കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡ ഒരു നുള്ള ഇട്ട് കൊടുത്താൽ മതി. അത് വേണമെന്നില്ല, എങ്കിലും ഞാൻ എന്നിട്ട് പിന്നെ നമ്മൾ ഈ ബാറ്ററിൻ്റെ അകത്തേക്ക് ഈ ഉരുളകൾ, അപ്പോൾ നമ്മളുടെ ഉരുട്ടി എല്ലാം വെച്ചേക്കണം. അപ്പോൾ നമുക്ക് പിന്നെ കൈ തൊടാതെ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള മാവ് താഴത്തേക്ക് പോരും. പക്ഷേ എനിക്ക് ഫോർക്ക് എടുക്കാനായിട്ട് ചില സമയത്ത് ഒരു പേടിയാണ്. കാരണം നമ്മളറിയാതെ ഒരു കുത്തതുമ്മിൽ കൊണ്ടു കഴിഞ്ഞാൽ അതവിടെ പൊടിഞ്ഞിട്ട് ആ മാവിൽ ഇങ്ങോട്ട് കലർന്നു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫോർക്ക് ഉപയോഗിക്കാത്തത്. അപ്പോൾ ഫോർക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ
അതിൻ്റെ ബാക്കിയുള്ള മാവ് താഴേക്ക് ഒഴുകി ഇങ്ങനെ പോയിട്ട് അങ്ങോട്ട് ഇടാം. എങ്കിലും എനിക്കിത് ആണ് കുറച്ചും കൂടി സേഫ്. അതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യണത്. അങ്ങനെ 2 ബാച്ചിലുണ്ടാക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഇതുണ്ടാക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് 2 പണിക്കാരുണ്ട് ഇവിടെ. അപ്പോൾ ഒരു മരത്തിൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജനലുകളെല്ലാം അഴിച്ചെടുത്തിട്ട് ബഫ് ചെയ്തിട്ട് ആണ് ഇനി വാർണിഷ് അടിക്കാൻ പോകുന്നത് കേട്ടോ. കാരണം നമ്മുടെ മുകളിൽ ഭയങ്കര വെയിലടിച്ചടിച്ചേ ജനലിൻ്റെ ആ ഒരു കോട്ടിങ് എല്ലാം പോയിട്ടുണ്ട് പുറത്ത്. അപ്പോൾ അത് ബഫ് ചെയ്ത് കളഞ്ഞിട്ടേ അടിക്കാൻ പാടുള്ളൂ എന്നവർ പറഞ്ഞിട്ടുണ്ട്. അത് വെറുതെ അടിച്ചു കഴിഞ്ഞാൽ ഫിനിഷിങ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ അച്ചുവിൻ്റെ നേരത്തെ നമ്മൾ പെയിൻറ്റിങ് ചെയ്തില്ലേ കഴിഞ്ഞ വർഷം, അപ്പോൾ ആ അച്ചു തന്നെയാണ് നമ്മളുടെ കോൺട്രാക്ടർ കേട്ടോ. അപ്പോൾ അച്ചുവിൻ്റെ അന്ന് തന്നെയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല പണിക്കാരും നല്ല കോൺട്രാക്ടറുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ പണിക്കാർ നമുക്ക് പണിയാണ് തന്നത്. അത് അവരെ മാറ്റിയിട്ടാണ് ഈ അച്ചുവിനെ നമുക്ക് കിട്ടിയത്. അച്ചുവിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അങ്ങേരെ മാറ്റില്ല, നമ്മൾ അങ്ങേർക്ക് തന്നെ പണി കൊടുക്കുകയുള്ളൂ. അങ്ങനത്തെ പണിയല്ല ജോലി. അപ്പോൾ അങ്ങനെ നമുക്ക് വീണ്ടും നമ്മൾ അച്ചുവിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അച്ചുവിന് ഒരുപാട് പണിയാണ്. അച്ചു പറഞ്ഞത് പണിയെടുത്ത് തീർക്കാൻ പറ്റാത്ത അത്രയും പണിയാണ്. ചില സമയത്ത് വിചാരിക്കും നിർത്തിക്കളയാം, അത്രയും കിടന്ന് ഓട്ടമാണ്, ഭയങ്കര ടയേർഡായി പോണേണ്. അതായത് ജീവിതം മറന്ന് കിടന്ന് ഓടൂലേ എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ അച്ചുവിനെന്ന് അച്ചു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നിർത്തിയിട്ട് കുറച്ച് സ്വസ്ഥമായിട്ടിരിക്കണം എന്നൊക്കെയുള്ളൊരു തോന്നൽ വരണുണ്ടെന്നൊക്കെ അച്ചു പറഞ്ഞു. കാരണം അത്രയും നല്ല പണിക്കാരനാണ്. അതുകൊണ്ടാണ് അങ്ങനെ അത്രയും പണി കിട്ടുന്നത്. നമുക്ക് നമ്മളുടെ വീഡിയോയിലൂടെ ഞാനത് അച്ഛൻ്റെ നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ട് ഒത്തിരി ആളുകളാണ് അച്ഛനെ വിളിച്ചത്. പക്ഷേ എല്ലായിടത്തുനിന്നും അച്ഛന് പോകാനൊന്നും പറ്റില്ല, കാരണം അത്ര പണിയുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ അച്ഛനെ ഇപ്പോഴാണ് കിട്ടിയേക്കണത്. ഒരുപാട് പണിയുണ്ടെങ്കിലും നമ്മളുടെ പണി ചെയ്യിക്കാനായിട്ട് 2 പേരെ വിട്ടിട്ടുണ്ട്. അങ്ങനെ 2 പേർക്കുള്ള ചായയും കടിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ പപ്പയെടുത്ത് പറഞ്ഞ് ഇപ്പം ഉണ്ടാക്കുന്ന കടി ഇതേ ബാക്കി അത്ര ഇരിക്കുന്നുണ്ട്, അപ്പോൾ വൈകുന്നേരം ഇതന്നെ കൊടുത്താൽ മതിയാകൂലേ എന്ന് പറയുമ്പോൾ പറഞ്ഞ് അത് തന്നെ കൊടുത്താൽ മതിയാകുമെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വേറൊരാൾ കൂടി വന്ന്, വൈകുന്നേരമല്ല ഈ ചായ കൊടുത്തതിന് ശേഷം ഒരു ഉച്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ ഒരു പണിക്കാരനും കൂടി വന്ന് ടോട്ടൽ 3 പണിക്കാരായി. അപ്പോൾ ആ ഒരു സ്നാക്ക് പിന്നെ തികയൂല എന്ന് എനിക്ക് മനസ്സിലായി. 3 പേർക്ക് തികയൂല. അപ്പോൾ പിന്നെ വൈകുന്നേരം വേറെ എന്താ ഉണ്ടാക്കുക. പപ്പ കാണുന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായതുകൊണ്ടേ പുറത്തുനിന്നൊന്നും മേടിച്ചു കൊടുക്കാനൊന്നും പപ്പയ്ക്ക് ഇഷ്ടമല്ല. അങ്ങനെ കടയിൽ പോയി മേടിച്ച് സ്നാക്ക് കൊണ്ടുവന്നിട്ട് കൊടുക്കുക പപ്പയ്ക്ക് ഇഷ്ടവുമല്ല, പപ്പയ്ക്ക് അറിയാനും പാടില്ല. അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ സ്ഥിരമായിട്ട് പണിക്കാർ കുറച്ച് ദിവസം ഉണ്ടാകുമ്പോൾ എല്ലാ ദിവസവും 2 നേരം പോയിട്ട് സ്നാക്ക് മേടിക്കാനൊന്നും പപ്പ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും വൈകുന്നേരം നമ്മൾ ആ ഒരു ഇതുണ്ടല്ലോ ബാറ്റർ കുറച്ച് ബാക്കിയിരിക്കുന്നുണ്ട്, കടലപ്പൊടിയൊക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇത്തിരി മൈദപ്പൊടിയും സവാളയും പച്ചമുളകൊക്കെ കൂടി അരിഞ്ഞിട്ടിട്ട് ഒരു സവാള മറ്റേ പണ്ടത്തെ ആ വടയില്ലേ, ഇങ്ങനെ ഉഴുന്നുവട പോലെ ഇരിക്കുന്ന സവാള വടയില്ലേ, ആ വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ അങ്ങനെ ആ മാവ് ഞാൻ അവിടെ തന്നെ മൂടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇനി ഇതുപോലെ അരിഞ്ഞൊക്കെ ഇട്ടിട്ട് ഇത്തിരി മൈദപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് സവാള വട റെഡിയാണ്. അപ്പോൾ ഇതൊന്ന് കുറച്ച് നേരം വെച്ചൊന്ന് ചെറിയ രീതിയിൽ പൊങ്ങിയിട്ട് ചെയ്യണതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതിനുള്ള ടൈം ഇല്ല എന്നുണ്ടെങ്കിലും ഞാൻ കറി വെച്ച ഉടനെ തന്നെ ഇത് ഇങ്ങനെ കുഴച്ച് വെച്ച് ഒരു 2 മണിക്കൂറെങ്കിലും ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് അധികം കറികൾ വെക്കാനൊന്നുമില്ല, നമുക്ക് കറികളൊക്കെ ഉണ്ട്. ഇപ്പോഴും ബീഫ് കറി ബാക്കി ഫ്രിഡ്ജിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത്തിരി ചാള ഇരുന്ന് വെച്ചതൊന്ന് തിളപ്പിച്ച് വിനാഗിരിയിട്ട് തിളപ്പിച്ചിട്ട് അത് വെച്ച്, പിന്നെ നമുക്ക് ചോറുണ്ട്, ഞങ്ങൾക്ക് ബിരിയാണി ഉണ്ട്, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ റൈനും കഴിച്ചത് ബിരിയാണിയായിരുന്നു കേട്ടോ. പിന്നെ പപ്പക്ക് മാത്രം മതി ചോറുണ്ടായിരുന്നു. ഇനി രാത്രി ആകുമ്പോഴത്തേക്കും നമുക്ക് ബിരിയാണിയും തീരും, ബാക്കി ചോറും തീരും. പക്ഷെ കറി ഉണ്ടാവും. രാത്രി ചോറ് മാത്രം വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഇന്ന് വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ സ്നാക്കിൻ്റെ കാര്യം വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങോട്ട് പോയിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ വെള്ളം ഒഴിച്ചത് കൈവച്ച് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ കറക്റ്റ് കൺസിസ്റ്റൻസി അറിയാൻ പറ്റും. ഇതിപ്പോൾ സ്പൂണാകുമ്പോഴത്തേക്കും കറക്റ്റ് കൺസിസ്റ്റൻസി നമുക്ക് മനസ്സിലാവില്ല. വെള്ളം പോരെന്നുള്ളൊരു തോന്നലിൽ വീണ്ടും ഒഴിച്ചു. പക്ഷെ അത് ഇപ്പോൾ ഓക്കെ ആയിരുന്നു. ഇത്രയും കറക്റ്റായിട്ട് കുഴച്ചിട്ട് ഞാനവിടെ വെച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഉണ്ടാക്കാൻ വന്നപ്പോഴത്തേക്ക് അത് ഭയങ്കര ലൂസായിട്ട് കിടന്നു. കാരണം ഈ സവാള എല്ലാം ഉപ്പുമൊക്കെ ചേർത്തിട്ട് അതിനകത്ത് ഇങ്ങനെ വെള്ളം ഒഴുകാൻ തുടങ്ങി കുറച്ച് നേരം ഇരിക്കുമ്പോഴേ. അപ്പോൾ ആ വെള്ളവും കൂടി ആയപ്പോഴത്തേക്കും ബാറ്റർ ലൂസായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ
ഞാനൊന്ന് മുകളിൽ പോയതാണ് കേട്ടോ. ഇവരെന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മുകളിൽ പോയപ്പോഴത്തേക്കും ഇവർ ഈ ജനലുകളെല്ലാം അഴിച്ച് പുറത്ത് കൊണ്ടുവന്ന് നമ്മുടെ റോജർ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ടേബിളൊക്കെ പുറത്ത് പപ്പടിച്ചിട്ട് കൊടുത്തിട്ട് അവിടെ വേറെ ഒരു കാർട്ടണൊക്കെ പൊട്ടിച്ച് അത് ഒരു ആ ടേബിളിൻ്റെ മീതയിലൊക്കെ ഇട്ട് കൊടുത്ത് അത് അവർ പറഞ്ഞതനുസരിച്ച് ചെയ്തേക്കുന്നുണ്ട്. പഴയ കാർട്ടൺ ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും കാർഡ്ബോർഡ് പീസസ്. അപ്പോൾ അങ്ങനെയൊക്കെ പപ്പ ചെയ്തൊക്കെ കൊടുത്ത് പപ്പയ്ക്ക് ഒരുപാട് പണിയാണ് കേട്ടോ. പപ്പയ്ക്ക് റെസ്റ്റേ ഇല്ലാതെ ഓരോ കാര്യങ്ങൾക്ക് അങ്ങനെ നിന്ന നിലയിൽ എനിക്കങ്ങനെ ഒട്ടും പറ്റൂല. എനിക്കിങ്ങനെ നിന്നിങ്ങനെ പണികളൊക്കെ ചെയ്യിക്കാനൊക്കെ ഒന്നും എനിക്ക് ഒട്ടും പറ്റില്ല കേട്ടോ, ടയേർഡായി പോകും. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഓരോ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാൻ പറയും. അപ്പോൾ അതൊക്കെ മേടിക്കാനൊക്കെ പപ്പ ഓടിക്കൊണ്ടിരിക്കണേന്. അപ്പോൾ പപ്പ ഇപ്പം മുണ്ട് കൊടുക്കണില്ലല്ലോ വീട്ടിൽ. നേരത്തെ പപ്പക്ക് ഷോർട്സ് ആയിരുന്നു, പപ്പ നൈറ്റ് ഷിഫ്റ്റൊക്കെ പോകുമ്പോൾ ഷോർട്സ് ഇട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഷോർട്സ് അങ്ങനെ ഇടാതെ മാറ്റി വെച്ചതൊക്കെ ഇപ്പം വീട്ടിൽ ഇടുന്നത് കൊണ്ട് എന്നെയും ഡ്രസ്സ് മാറാതെ പപ്പക്ക് പോകാൻ പറ്റുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ വേഗം മുണ്ട് മാറി ജീൻസ് എടുത്തിട്ട് അങ്ങനെയൊക്കെ ടൈം പോകും. ഇതിപ്പോൾ അങ്ങനത്തെ പണിയൊന്നുമില്ല. ആ നിന്ന നിലയ്ക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കുക, അതൊരു ഉപകാരം എന്ന് ഞാനും വിചാരിച്ചേട്ടാ. അപ്പോൾ അങ്ങനെ ആ ഒരു ഉടുപ്പ് മാറുന്ന പണി പപ്പ കൊഴിഞ്ഞ് കിട്ടി. അപ്പോൾ നമ്മൾ പാലും ഒരു എണ്ണയും കൂടി മേടിച്ചതാണ് കേട്ടോ. കാരണം പാലും മാത്രമായിട്ട് മേടിച്ച് കഴിഞ്ഞാൽ 200 രൂപ ആവില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു എണ്ണയും കൂടി കൂട്ടത്തിൽ മേടിച്ച് അപ്പോൾ അവരുടെ ചായ ഇട്ട് പിന്നെ ഇനി കുറച്ച് എണ്ണ പോരായ്മയും കൂടി ഉണ്ട്, അത് ഒഴിച്ചിട്ട് ഇനി മാവ് എടുത്തപ്പോഴാണ് ഭയങ്കര ലൂസായിട്ട് കിടക്കുന്നത് ഞാൻ കണ്ടത് കേട്ടോ. ഇത്രയും ലൂസായിപ്പോയി എന്ന് കാണുമ്പോൾ തോന്നില്ല, കയ്യിലൊക്കെ ഇങ്ങനെ എടുത്തപ്പോഴാണ് മനസ്സിലായത്. അതാണ് നമ്മൾ ഈ മാവൊക്കെ ആക്കുമ്പോൾ കൈ വെച്ച് തന്നെ ചെയ്യണതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ കൈ മുട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക വെള്ളം കറക്റ്റാണ് അല്ലേ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ചായക്ക് ഉള്ള കാര്യങ്ങളും സ്നാക്കും കൂടി. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ നല്ലൊരു ഷേപ്പിലൊന്നും കിട്ടിയൊന്നുമില്ല, ഇത് നല്ല ലൂസാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് മൈദ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഹാർഡായിപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ മൈദ ഇടാത്തത് കേട്ടോ. ഇത് നല്ല സോഫ്റ്റായിട്ട് 2 മണിക്കൂറോളൊക്കെ ഇരുന്ന് അത് സോഫ്റ്റ് ആയതാണ്. അപ്പോൾ ഇനിയിപ്പം മൈദ ഇട്ട് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഇത്തിരി ഇടാമെന്ന് തോന്നണം, എങ്കിലും എനിക്കൊരു ധൈര്യമില്ലായിരുന്നു. അരിപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കല്ല് പോലെ ആയിപ്പോയാലാന്ന് വിചാരിച്ചിട്ട് ഞാനതങ്ങനെ തന്നെ ഇട്ടിട്ടാ. ഷേപ്പിലായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റാണ് ഈ സാധനത്തിന്. അവരാണെന്നുണ്ടെങ്കിലും അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുത്ത് ഞാൻ കാലത്തെ ഇത് ഉരുളക്കിഴങ്ങ് പോണ്ടേ വെച്ചിട്ടുണ്ടായിരുന്നു, ഇതും കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത്. അപ്പോൾ അവർക്കും ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ, അവരിതാണ് ഇഷ്ടപ്പെട്ട് കഴിച്ചത്. പപ്പക്കാണെന്നുണ്ടെങ്കിലും ഈ സവാള വട തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് ബോണ്ടയാണ് കഴിച്ചത് കേട്ടോ. പിന്നെ കൂടുതൽ എണ്ണ വേണ്ടാന്ന് വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഉരുളക്കിഴങ്ങ് ബോണ്ട കഴിക്കാൻ. അപ്പോൾ ബാക്കി വന്ന ഉരുളക്കിഴങ്ങ് ബോണ്ട വീണ്ടും പിറ്റേ ദിവസം വരെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അങ്ങനെ ഏതായാലും ചായയൊക്കെ എടുക്കണേ. അപ്പം ഞാനിതൊക്കെ ചെയ്യണ സമയത്ത് ഞാൻ പപ്പയുടെ പറയേ, നമ്മുടെ മണവളച്ചക്കൻ എന്തൊരു ഭാഗ്യം ചെയ്തവനാണ്, അവനിതൊന്നും അറിയണ്ട, ഒരു ബുദ്ധിമുട്ടും അറിയണ്ട, കെട്ടാൻ വേണ്ടി മാത്രം വന്നാൽ മതി. പെണ്ണ് കാണാൻ പോകേണ്ടി വന്നില്ല, പെണ്ണിൻ്റെ വീട്ടുകാരെ മീറ്റ് ചെയ്യാൻ ഉള്ള ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് ഇതൊന്നും പുള്ളിക്ക് വന്നില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും പാരൻസും സഹോദരങ്ങളും എന്തിനേറെ പറയുന്നു റൂബി അടക്കം അവന് വേണ്ടി സർവീസ് ചെയ്ത് കഴിഞ്ഞ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തമാശക്ക്, എടാ ഇത്രയും നീ ഒരു ബുദ്ധിമുട്ടും നിനക്ക് വരുത്താതെ ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തെത്തിച്ച് തന്നിട്ടുണ്ട്. അതിൽ റൂബി വരെ ഇതിൽ നിനക്ക് വേണ്ടി സർവീസ് ചെയ്തിട്ടുണ്ട്. പെണ്ണിൻ്റെ വീട്ടിൽ വരെ റൂബി പോയി എല്ലാവരെയും കണ്ട്. പിന്നെ ഇവിടെ അവർ വരുന്ന സമയത്താണെങ്കിലും റൂബി ഓടി നടക്കാൻ അവൾ അഴിച്ചു വിടില്ല. അപ്പോൾ നമ്മൾ ബെൽറ്റ് ഇട്ടിട്ട് അങ്ങനെ അവൾ സാക്രിഫൈസ് ചെയ്ത് അവൾ ഓടി നടക്കാതെ ബെൽറ്റ് ഇട്ട് നിനക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്ത് കുറേ നേരമൊക്കെ ഇരുന്ന്. അപ്പോൾ ഇതിനൊക്കെ റെമ്യൂണറേഷൻ ഞങ്ങൾക്കും റൂബിക്കും തന്നെ എന്നൊക്കെ ഞങ്ങൾ തമാശയിൽ പറയും കേട്ടോ. അപ്പോൾ എൻ്റെ മകൻ എല്ലാം സീരിയസ് ആയിട്ട് എടുത്തിട്ട് എല്ലാം തരാ മമ്മി എല്ലാം തരാ. എനിക്ക് ചിരി വരും കേട്ടോ. അയ്യോ ഞാൻ കുറേ ഇങ്ങനെയുള്ള തമാശകളൊക്കെ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഇവനെല്ലാം സീരിയസ് ആയിട്ട് എടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് തരാ മമ്മി തരാ, ഞാൻ വരുമ്പോൾ ഇപ്പോൾ തന്നാൽ പോരെ അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് റിച്ചാൻ്റെ കാര്യം. അപ്പോൾ ഇവന് ഇപ്പോൾ ഒരു ബ്രോക്കർമാർ വന്നു കഴിഞ്ഞാലും ഇവൻ ആരുടെയും മുന്നിൽ വരില്ല, ഇവന് അത് ഫേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞാനും പപ്പയൊക്കെ നാണം കെട്ടിട്ടുണ്ട്, പല ആളുകളുടെ മുമ്പിൽ നാണം കെട്ടിട്ടുണ്ട്. കാരണം മകനെ വിളിച്ചിട്ട് വരണില്ല, അപ്പോൾ മാതാപിതാക്കൾ
അത്ഭുതങ്ങളിൽ വിളിച്ചാൽ വരൂലേ, അനുസരണയില്ലേ എന്നൊക്കെയാണ് അവർ ചിന്തിക്കുക. പക്ഷേ ഇവന് ആരെയും ഫേസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഒരാളെയും ഫേസ് ചെയ്യാതെ ഈ അറ്റം വരെ ഈ കല്യാണത്തിൻ്റെ ഇത്രയും കാര്യങ്ങളായത് ഞാൻ അത്ഭുതത്തോടു കൂടി എപ്പോഴും അത്ഭുതം തന്നെയാണ്. എല്ലാ ദിവസവും ഞാനും ഈ പെൺകൊച്ചിൻ്റെ അമ്മയും കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ പറയും എന്തൊരു അത്ഭുതമാണല്ലേ എന്ന് എൻ്റെ അടുത്തും ചോദിക്കും, ഞാൻ അതിനോടും പറയും. അപ്പോൾ അങ്ങനെ ഒരു അത്ഭുതം കണക്കേ ഒരു വിവാഹ കാര്യമാണിത്. അപ്പോൾ അങ്ങനെ ഒട്ടും കാണാതെ പെൺകൊച്ചിൻ്റെ അപ്പൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ആ പുള്ളി ഖത്തറിലാണ്, ഇതുവരെ വന്നിട്ടുമില്ല. അപ്പോൾ അങ്ങനെയും കണ്ടിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല. വീഡിയോ കോളിലൂടെയൊക്കെയാണ് ഞങ്ങളോട് സംസാരിക്കുക, സാറ്റക്കൊച്ചിൻ്റെ ഫാദറെ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അത്ഭുതം കണക്കെ എത്ര പറഞ്ഞാലും എത്ര നന്ദി പറഞ്ഞാലും മതിയാകൂല, അത്രയ്ക്കൊരു അത്ഭുതമാണ്. അങ്ങനെ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ക്ലീനിങ് ഒരുപാട് ക്ലീനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ മുകളിൽ ക്ലീൻ ചെയ്തില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞ് അവർ ക്ലീൻ ചെയ്യേണ്ടതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ്, അതുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ വീണ്ടും ക്ലീൻ ചെയ്യും. പിറ്റേ ദിവസം രാവിലെ പണിക്കാർ വന്നിട്ട് വീണ്ടും അവിടെ പൊടിയാവും. അപ്പോൾ അങ്ങനെ മുകളിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് താഴെ തന്നെ എല്ലാം ഇനി കിടക്കലും എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കുളിക്കലും പപ്പക്ക് കുളിമുറിൽ കയറാനേ പറ്റില്ല, അത്രയും അവിടെ കഴുക്കായിട്ട് കിടക്കണേ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇപ്പോൾ താഴെ തന്നെയാണ്, പപ്പയും താഴെ തന്നെ വന്ന് കിടക്കണത്. അപ്പോൾ രാത്രി ഇപ്പോൾ അവിടെ പപ്പ പായിട്ടിട്ട് താഴെ കിടക്കണം. താഴെ മുഴുവൻ നമ്മൾ നല്ലതായിട്ട് തന്നെ തുടച്ചിട്ട്, ഞാൻ തന്നെ തുടച്ചിട്ടല്ല. അങ്ങനെ ഞങ്ങളുടെ ഡിന്നറെല്ലാം കഴിഞ്ഞ് അപ്പോൾ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, ചോറെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാള തിളപ്പിച്ചും ചോറൊക്കെ ആയിട്ട് ഞങ്ങൾ കഴിച്ച്. പിന്നെ ഞാൻ രാവിലെ തന്നെ ഉണ്ടായിരുന്ന കുറച്ച് പച്ചരി കേട്ടോ, ആകെ കുറച്ച് പച്ചരി ഉണ്ടായിരുന്നുള്ളൂ, അത് എടുത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കുതിർക്കാൻ. അപ്പോൾ അതൊന്ന് അരച്ചിട്ട് നാളത്തേക്ക് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. കാരണം നാളെ വിഭൂതി ബുധനാണ്, പിറ്റേന്ന് ബുധനാഴ്ച. അപ്പോൾ രാവിലെ പള്ളിയിൽ പോകണം. പള്ളിയിൽ പോയി കഴിഞ്ഞ് പിന്നെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാനുള്ള നേരമൊന്നും കിട്ടൂല. കാരണം അവർ ഞങ്ങൾ പള്ളിയിൽ പോയി എത്തുന്നതിന് മുമ്പേ പണിക്കാർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വന്നിട്ട് തിരക്കിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ തലേദിവസം തന്നെ മാവ് അരച്ച് വെക്കണേ. അപ്പം ഞാൻ 3 കപ്പ് അരി ആണ് എടുത്തേക്കണം. 3 കപ്പ് അരി ഉണ്ടാകുന്നുള്ളൂ. 3 കപ്പ് അരിക്ക് നമ്മൾ 12 ടേബിൾ സ്പൂൺ പഞ്ചസാര. അപ്പോൾ അത് ഒരു കപ്പിൽ അളന്നിട്ട് അങ്ങോട്ട് ഇട്ടതാണ് കേട്ടോ ഞാൻ. പിന്നെ ഇത്തിരി ഏലക്കയുടെ തരിയും ഇത്തിരി ചോറും ചേർത്തിട്ടാണ് കേട്ടോ. കപ്പിയൊന്നും കാച്ചാൻ നിന്നില്ല, നേരെ ഒരുപാടായിട്ടുണ്ട്, അതുകൊണ്ട് കപ്പിയൊന്നും കാച്ചാൻ നിന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കലക്കി വെച്ച് ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഉപ്പ് കൂടി ചേർത്തിട്ട് വേണം അരക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തേങ്ങ ചിരണ്ടി എടുത്തപ്പോഴത്തേക്കും നല്ല കറുപ്പ് വീഴാത്ത തേങ്ങ ഞാൻ ആദ്യം തന്നെ മാറ്റി വെച്ച്, കറുപ്പ് വീണ തേങ്ങ ഇതിലേക്ക് ഇട്ടുമ്പോഴത്തേക്കും കറുത്ത കുത്തായിരിക്കുള്ളൂ. ഇത് വട്ടയപ്പത്തിന് ഒരു കളർ ഉണ്ടാവില്ല, എപ്പോഴും ഇങ്ങനെ ബ്ലാക്ക് കുത്ത് പോലെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ചിരണ്ടിയ തേങ്ങയാണ് ഈ ഒരു പാത്രത്തിന് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നത്, അതിട്ടിട്ടാണ് അരക്കണത് കേട്ടോ. അപ്പോൾ നമ്മുടെ റയൻ കൊച്ച് വന്നിട്ട് നോക്കണുണ്ട് എന്തൊക്കെയാണ് മമ്മി ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നാളെ ഇങ്ങനെ പള്ളിയിൽ പോകും, അപ്പോൾ രാവിലത്തെ കുർബാനക്ക് പോകുമ്പോൾ റൂബിക്കുഞ്ഞിനെ നീ നോക്കിയേക്കണേ, ഞാനും പപ്പയും കൂടി കാലത്തെ പോകട്ടെ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം അരച്ച് കലക്കി വെച്ച് പിന്നെ ഞാൻ വിചാരിച്ച് ഏതായാലും സ്റ്റീമർ കൂടിയിട്ട് കഴുകി കൊണ്ടുവന്ന് വെച്ചേക്കാം. അപ്പോൾ നമ്മളുടെ കയ്യിൽ പല സ്റ്റീമറുകളുണ്ട്, ഒരുപാട് ടൈപ്പ് സ്റ്റീമറുണ്ട്. ഒന്നും ഞാൻ മേടിച്ചല്ല, ഒരെണ്ണം മാത്രം ഞാൻ മേടിച്ചാണ്, ബാക്കിയുള്ളതെല്ലാം എനിക്ക് കൊളാബിലൂടെ കിട്ടിയത്. അപ്പോൾ ഇതും കൊളാബിലൂടെ ഇൻഡസ് വാലിയുടെ സ്റ്റീമറാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു അപ്പം ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ. കാരണം അപ്പം ഉണ്ടാക്കുന്ന ഒരു പ്ലേറ്റ് അതിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് അത് മാത്രമാണ് ഞാൻ അപ്പം ഉണ്ടാക്കാൻ എടുക്കുന്ന സ്റ്റീമർ. അപ്പോൾ അത് കഴുകി അവിടെ കമത്തി വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, വെള്ളവും കൂടി എടുത്ത് അങ്ങോട്ട് മൂടി വെച്ചേക്കാം. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം ഒന്നും കൂടി എടുത്ത് കഴുകണ്ടല്ല. രാത്രിയൊക്കെ അവിടെ എന്തെങ്കിലുമൊക്കെ വല്ല പല്ലിയൊക്കെ കയറി ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും കഴുകണ്ടേ. അപ്പോൾ ഇതൊന്നും മൂടി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതങ്ങനെ വെള്ളമൊക്കെ എടുത്ത് മൂടി വെച്ച്. അപ്പോൾ പപ്പയുടെ ഡ്രസ്സുകളെല്ലാം മുകളിൽ ഇങ്ങനെ പപ്പ ഹാങ്കറിൽ കുറേ തൂക്കിയിട്ടിട്ടുണ്ട്, പപ്പക്ക് മാറി ഇടാനുള്ള. അതെല്ലാം കൂടി പിന്നെ ഇപ്പോൾ അവിടെ ഇടാൻ പറ്റില്ല, അതെല്ലാം കൂടി എൻ്റെ ഈ മുറി കൊണ്ടുവന്ന കാട്ടിലിൻ്റെ ക്രാസിമേ കൊണ്ടുവന്നിട്ട് ഇട്ടേക്കണേന് കേട്ടോ. ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല, അവിടെ തന്നെ കിടക്കും, വേറെ ഇവിടെ കൊണ്ടുപോയി ഇടാനാണ്. ആകെപ്പാടെ അലങ്കോലമായി കിടക്കണേണ് വീടിൻ്റെ അകം. അപ്പോൾ അത് പപ്പയുടെ കുറേ ജീൻസുകൾ, പപ്പക്കാണെന്നുണ്ടെങ്കിൽ ഒരു 7-8 ജീൻസും കുറേ അധികം ഷർട്ടും എല്ലാം പുറത്തിങ്ങനെ ഓരോ പ്രാവശ്യം ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടേക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം അവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ മുകളിലത്തെ പണി കഴിയാതെ പപ്പയുടെ ഡ്രസ്സുകളൊന്നും ഇനി അവിടെ നിന്ന് മാറ്റൂല, കട്ടിലിൻ്റെ ക്ലാസ്സിൽ തന്നെ അവിടെ കിടക്കും കേട്ടോ, വേറെ സ്ഥലമില്ല ഇനി ഇടാനൊക്കെ. അപ്പോൾ ഇത് നമ്മൾ ബിന്ദു സിസ്റ്ററിൻ്റെ പരിപാടിക്ക് പോയപ്പോൾ എടുത്ത ഫോട്ടോ എനിക്ക് സെൻഡ് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ സിസ്റ്റർ നാട്ടിൽ നിന്ന് പോയി ചൊവ്വാഴ്ച ഉച്ചക്ക് റോമിൽ എത്തിയിട്ടുണ്ട്. ഇനി 2 വർഷം കഴിഞ്ഞായിരിക്കുള്ളൂ ബിന്ദു സിസ്റ്റർ നാട്ടിലേക്ക് വരിക. അപ്പോൾ ഇത് എൻ്റെ ബ്രദറും മോനുമാണ് കേട്ടോ, ജോൺസൻ്റെ മോൻ, എൻ്റെ മൂത്ത ബ്രദറാണ്, ജോൺസൻ്റെ മോൻ ഡെറിക്കും. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക്